കൊല്ലം കടയ്ക്കലിൽ യുവാവിനെ വെട്ടിയും കുത്തിയും കൊലപ്പെടുത്തിയ കേസിലെ 4 പ്രതികളെയും കൂടുതൽ തെളിവെടുപ്പിനായി കടയ്ക്കൽ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. വയല കോവൂർ സ്വദേശികളായ രാഹുൽ, ജയേഷ്, ലിജോ, അജീഷ് എന്നിവരെയാണ് തെളിവെടുപ്പിനായി കടയ്ക്കൽ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത്. കടയ്ക്കൽ അഞ്ചുമുക്ക് സ്വദേശി ശരത്തിനെയാണ് 4-അംഗ സംഘം കൊലപ്പെടുത്തിയത്. മുൻവൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. കൊല്ലപ്പെട്ട ശരത്തും പ്രതികളിലൊരാളായ അജീഷും മുമ്പ് സ്വകാര്യ ബസ്സിലെ ജീവനക്കാരായിരുന്നു. അന്ന് അജീഷ് സാമ്പത്തിക തിരിമറി നടത്തിയെന്ന് ശരത്ത് പറഞ്ഞതിനെ തുടർന്ന് അജീഷിനെ പുറത്താക്കിയിരുന്നു. അന്നു മുതൽ അജീഷ് ശരത്തിനോട് ശത്രുത പുലർത്തിയിരുന്നു. തുടർന്നാണ് ശരത്ത് വിദേശത്ത് പോവുകയും കഴിഞ്ഞ കടയ്ക്കൽ തിരുവാതിരയ്ക്ക് നാട്ടിലെത്തി. കടയ്ക്കലിൽ താമസിച്ചു വരവെയാണ് ശരത്തും സുഹൃത്തുക്കളും കടയ്ക്കൽ ബാറിലെത്തി. അവിടെ വെച്ച് അജീഷിനെ കാണുകയും അജീഷും സുഹൃത്തുക്കളും ചേർന്ന് ശരത്തിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു. തുടർന്ന് ബാർ ജീവനക്കാർ ഇടപെട്ട് ഈ കൂട്ടരെ അവിടെ നിന്നും പറഞ്ഞു വിടുകയും ചെയ്തിരുന്നു. തുടർന്ന് പ്രതികൾ മേലെ പന്തളത്ത് മുക്കിൽ വെച്ച് വീണ്ടും ശരത്തും അജീഷുമായി അടിപിടി ഉണ്ടാവുകയും ഓട്ടോയിലുണ്ടായിരുന്ന കത്തിയെടുത്ത് രാഹുൽ വാരിയലിന്റെ ഭാഗത്ത് കുത്തുകയും ദേഹമാസകലം വെട്ടിയും പരിക്കേൽപ്പിക്കുകയും ചെയ്തു. ശരത്തിനെ വെട്ടുന്നത് കണ്ട് കൂടെയുള്ളവർ ഓടി മാറുകയും ചെയ്തു. തുടർന്ന് പ്രതികൾ സംഭവ സ്ഥലത്ത് നിന്നും പോയി. ഓടിക്കൂടിയ നാട്ടുകാർ സമീപത്തെ വീടിന്റെ സിറ്റൗട്ടിൽ കിടന്ന ശരത്തിനെ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തുടർന്ന് ഒളിവിൽ പോയ പ്രതികളെ രാത്രിയോടെ തന്നെ CI ശിവകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തിരുന്നു. തുടർന്ന് റിമാൻഡിലായ പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. എത്തിപ്പറക്കാനും അവിടെ സ്റ്റേഷനും നന്നായിരുന്നു. നമുക്ക് സ്റ്റേഷൻ വൃത്തിയാക്കാനൊക്കെ ഞാൻ ആളെ ബാക്കി